ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിതേ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ യെല്ലോ ഷർട്ട് കണ്ടോ, ഇതിൽ ചെയ്ത വർക്കാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അത് നമ്മുടെ ഒറിജിനൽ മയിൽപ്പീലിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ്, മ്യൂറൽ എന്നും പറയാൻ വേണമെങ്കിൽ, എനിക്കറിയാവുന്നത് പോലെ ചെയ്തതാണ്. മയിൽപ്പീലി എടുത്തിട്ടുണ്ട്, അത് നമ്മളിത് ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് അതിൻ്റെ ആ ഒരു കണ്ണിൻ്റെ ആ ഒരു ഭാഗമല്ലേ, ആ ഭാഗം മാത്രം ഷേപ്പ് ആക്കിയിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ക്ലോത്തിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഗമ്മ് തേച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ അതവിടെ ഒട്ടിക്കോളൂ കേട്ടോ. പിന്നെ ഈ എന്താ പറയുക, പീലിയൊന്നും അങ്ങനെ ഇളകി പോകുന്നില്ല, അതങ്ങനെ തന്നെ നല്ല വൃത്തിയിൽ ഒട്ടിച്ചാൽ മതി. ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഞാൻ സ്റ്റോൺ ചെയിൻ ആണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇതൊരു വൃത്തി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ടല്ലേ. ഇത് മാത്രമാകുമ്പോൾ ഒരു ഭംഗിയൊന്നും കൊടുക്കില്ല. അപ്പം നമ്മളിത് സ്റ്റോൺ ചെയിനും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റോൺ ചെയിൻ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്ന മയിൽപ്പീലിനേക്കാളും ഭയങ്കര ഭംഗിയാണല്ലേ ഒറിജിനൽ. അപ്പോൾ ആ ഒറിജിനാലിറ്റി കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇത് വാഷ് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടി വരും, കാരണം ഒറിജിനൽ മയിൽപ്പീലിയാണ്, പീലിയൊക്കെ ഇളകാനുള്ള സാധ്യത ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മയിൽപ്പീലി ഞാൻ ചെയ്തത്. ആദ്യം ഞാൻ വിചാരിച്ചത് വേറൊരു ഡിസൈൻ ആയിരുന്നു കേട്ടോ. പിന്നീട് എനിക്ക് സമയമില്ലാതെ വന്നപ്പം ഞാനത് ഒഴിവാക്കിയത് ഇങ്ങനെ വെക്കാനാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വെച്ചിട്ട് ഈ റൗണ്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ ഫുള്ള് വർക്ക് ചെയ്തിട്ട് ഫില്ല് ചെയ്യണമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷേ അത് പിന്നീട് ഞാൻ മാറ്റിയതാണ്. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു വർക്കാണ് കേട്ടോ. മയിൽപ്പീലി, ഒരു താമര, പിന്നെ ഒരു ഓടക്കുഴൽ, ഇത് മൂന്നാണുള്ളത്. അപ്പം ഇതേ നമ്മൾ സ്കെച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്, കാരണം യെല്ലോ കാർബൺ പേപ്പർ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം കളർ ക്ലിയർ ആയിട്ട് തെളിയുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടെ അതിൻ്റെ മുകളിൽ കൂടി പെൻസിൽ കൊണ്ട് വരച്ചു. എന്നിട്ട് നമ്മളിതേ കളർ ചെയ്യാൻ പോവാണ്. ഈ ഒരു മയിൽപ്പീലിൻ്റെ വർക്ക് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് കല്യാണത്തിൻ്റെ അന്നല്ല, കല്യാണത്തിന് അമ്പലത്തിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ധാവണിയിലായിരുന്നു കേട്ടോ. ധാവണിയിൽ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കാണാൻ. എനിക്ക് എന്തോ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വർക്ക്. നമുക്ക് ചില വർക്കുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ. ചെയ്ത് കാണുമ്പോൾ ഒരു ഭംഗിയായിരിക്കും കാണാൻ. ചിലത് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും, അയ്യോ ഇത് അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ആയിരിക്കും. അതേപോലെയാണ് കേട്ടോ ഈ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ യെല്ലോയിലല്ലായിരുന്നു ചെയ്യേണ്ടത്, ബ്ലാക്കിലൊക്കെ ആയിരുന്നെങ്കിലും സൂപ്പറായിരിക്കും. പക്ഷേ ഞാൻ യെല്ലോ ആയിപ്പോയി എടുത്തത്. ഈ ഷർട്ട് കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ, ഇത് ഒരു കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എനിക്ക് ജാൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ഉണ്ട് കേട്ടോ. അപ്പം വലിയ പേജൊന്നുമല്ല, ഒരു കുഞ്ഞു പേജാണ് അത്. അതിലങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതിനൊന്ന് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമത്തിലാണ്, പറ്റുമെന്ന് വിചാരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷർട്ടാണിത്. ഇതേ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതേ കഴിഞ്ഞു. മയിൽപ്പീലിയാണ് വരയ്ക്കാനുള്ളത്. മയിൽപ്പീലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വരയ്ക്കാൻ, കാരണം പെട്ടെന്ന് കഴിയും. ഒന്നാമത് ഞാൻ ഈ കണ്ണിൻ്റെ ആ ഒരു പോർഷനൊക്കെ ഒട്ടിച്ചത് കൊണ്ട് തന്നെ ബാക്കിയുള്ള വരയ്ക്കാൻ സിമ്പിളാണ്, കുറച്ച് പണി കുറവാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് സാധാരണ ഒരു മയിൽപ്പീലി അല്ല, കാരണം ഇതിൽ ബ്ലാക്ക് വരെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീനിൻ്റെ 2-3 കളേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ കളേഴ്സും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു മയിൽപ്പീലി വരച്ചേക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആര്യ വർക്കും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ റിംഗ് ലൈറ്റൊക്കെ കേടായി, അതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പിറ്റേന്ന് രാവിലെ കൊണ്ടുപോകേണ്ടത് കൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം അവർ വീഡിയോസാണ് ചെയ്തത്, അതുകൊണ്ട് അത് ഇതിൽ ആഡ് ചെയ്യാനും പറ്റാത്തത് കൊണ്ട് അതും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ടാറ്റാ, ബൈ ബൈ.